എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇന്നലെ നമ്മളൊരു ഇതുപോലൊരു വീഡിയോ ചെയ്തു. അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള ചില തന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ചില പോയിൻറ്റ്സ്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് തംബ്നെയിലിൻ്റെ കാര്യമാണ് അല്ലേ. തംബ്നെയിൽ അത് നിങ്ങൾ കണ്ടിട്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്യുക, എന്താണ് പറഞ്ഞുള്ളത് കേൾക്കുക. അതോടൊപ്പം എനിക്ക് ഇന്ന് പറയാനുള്ളത്, തംബ്നെയിൽസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ട്രെൻഡിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ഫാഷനായാലും ഒരു പടമായാലും ഒരു പാട്ടായാലും പണ്ട് നമ്മൾ ചെറുപ്പകാലത്ത് കേട്ടുള്ള ചില കാര്യങ്ങൾ അതിപ്പോൾ ഒരു അത്ര പ്രശസ്തമല്ല, അത് ഓടാൻ പ്രയാസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നാട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നടുവേ ഓടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നാട് ഓടുമ്പോൾ നടുവേ ഓടുക. അതുപോലെ നമ്മൾ ട്രെൻഡായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ അത് കാണാനും കേൾക്കാനും മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് അല്ലേ, എല്ലാവർക്കും സന്തോഷമാവും ആ പുതിയത് കേൾക്കുമ്പോൾ. അതുപോലെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി അവരിനിയും കാത്തിരിക്കും. പക്ഷെ അതില്ലാതെ പഴയ ഭഗവത്ഗീതത്തെ കാര്യവും മഹാഭാരതവും ഞാൻ പറഞ്ഞിരുന്ന ഒരുപക്ഷെ അത് കേൾക്കാൻ പ്രയാസമായിരിക്കാം. അതേ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണെങ്കിലും ഇന്നത്തെ സാഹചര്യമായിട്ട് തുലനം ചെയ്തുകൊണ്ട് അതിനെ താരതമ്യപ്പെടുത്തി അതിനെ എന്താ പറയേണ്ടത്, റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ തംബ്നെയിൽ അല്ലെങ്കിൽ തലക്കെട്ടായിട്ട് നമ്മൾ ശീർഷകമായിട്ട് അവിടെ ഇടുമ്പോൾ ഈ തംബ്നെയിൽ ഇന്ന് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളനുസരിച്ച് ആ വിഷയത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ തലക്കെട്ടിൽ അതൊരു വ്യക്തത വരണം. ഇതിനെക്കുറിച്ചാണ് നമുക്ക് കിട്ടാൻ പോകുന്ന നോളജ് എന്നൊരു വ്യക്തത അതിലുണ്ടായിരിക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, ഞാൻ ട്രെൻഡിനെ പറഞ്ഞപ്പം നമ്മൾ ഈ മ്യൂസിക് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ പഴയ റഫിയുടെ പാട്ടോ കിഷോർ കുമാറിൻ്റെ പാട്ടോ നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ മനോഹരമായിരുന്നു ആണ്. പക്ഷെ ഇന്നത്തെ കൂടുതൽ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഇന്ന് പുതുതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള പാട്ടുകൾ, ഇപ്പം മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ അത് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രേക്ഷകരെ, കാണികളെ, ഇത് കേൾക്കുന്നവരെ, വീഡിയോ കാണുന്നവരെ നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി ചിന്തിക്കണം. ഒരുപക്ഷെ പാട്ടിൻ്റെ ഇപ്പം പല പല പോയിൻറ്റ്സാണ്. ഒന്ന് വീഡിയോൻ്റെ ആ ഗുണം കൊണ്ടായിരിക്കാം ആളുകൾ കാണുന്നത്. രണ്ടാമത് അതിലത്തെ ആ പാട്ട് അവരെ ആകർഷിച്ചിരിക്കാം. ചിലപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടി പാട്ടും അതിൽ തന്നുള്ള രംഗങ്ങളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നുമ്പോൾ നമ്മൾ പിന്നെയും കാണും. അങ്ങനെ പല വീഡിയോകളും നമ്മൾ കാണാറില്ലേ. ഇപ്പോൾ തമാശയാണെങ്കിലും സീരിയസ് ആണെങ്കിലും നമ്മൾ ചിലപ്പം അതിൽ നമ്മൾ ആകർഷിക്കുന്ന പല പല ഘടകങ്ങളായിരിക്കും. ഒരു ഘടകം അത് പാട്ടാവാം. അപ്പോൾ ട്രെൻഡ് അനുസരിച്ചുള്ള ആ പാട്ടുകളാകുമ്പോൾ അതിന് ആൾക്കാർ കേൾക്കാനും കാണാനും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കാണുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് അവരെയൊക്കെ സംതൃപ്തമാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ തംബ്നെയിൽ. ഓക്കെ. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം പറയാനാണ് ശരിക്കും ഞാനിവിടെ വന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് ഇട്ട് നമ്മളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പബ്ലിക്ക് കാണാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കതിൻ്റെ തംബ്നെയിലും അതിൻ്റെ ഒരു എഡിറ്റിങ്ങും നടക്കില്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, തംബ്നെയിൽ മാറ്റി കൊടുക്കുക. ചിലപ്പോൾ ഒരു ആകർഷകത്വം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരുപക്ഷെ ആ എഡിങ് കൊണ്ടാണ്, ആ തംബ്നെയിലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഒരുപക്ഷെ പബ്ലിക് കാണുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വാക്കാനുള്ളൊരു സൗകര്യം അല്ലേ, അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളിത് ഇട്ടതിന് ശേഷവും നമുക്ക് തോന്നുകയാണ് തംബ്നെയിൽ അത്ര പോരാ, അത് മാറ്റണം തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനൊരു അപ്ഡേറ്റ് നമ്മളെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. യൂട്യൂബ് നമുക്ക് അങ്ങനെ ഒരു സൗകര്യം തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായി ചെയ്ത വീഡിയോ ഒരുപക്ഷെ തംബ്നെയിലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട്, അതിൻ്റെ പോരായ്മ കൊണ്ട്, അതത്ര ആകർഷകമല്ലാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ പല വീഡിയോ ആൾക്കാർ കാണാതെ പോകും. ഞാൻ എന്തായാലും പറഞ്ഞില്ലേ, തംബ്നെയിൽ ഇടുന്ന വിധത്തിൽ നമുക്കൊരുപാട്
വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. അതിലൂടെയാണ് നമുക്കൊരു ആ വഴിക്കൊരു മനുഷ്യൻ വന്നാൽ തീർച്ചയായും അയാൾ വന്നത് കണ്ടിരിക്കണം. ഒരു സബ്സ്ക്രൈബർ വന്നാലും അല്ലെങ്കിൽ പുറമേയുള്ള പുതിയൊരാൾ വന്നാലും അവരെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ തമ്പനയിൽ. തീർച്ചയായും ആ വിഷയം പറഞ്ഞു. അപ്പോൾ തമ്പനയിൽ നമ്മൾ അത്രയും ചിന്തിച്ചിട്ടു. പിന്നീട് നമുക്ക് തോന്നി അത് ശരിക്കും ഓടുന്നില്ല, നമുക്കത് ചേഞ്ച് ചെയ്യണം. അത് ഈ നാൾ വരെ അത് സാധ്യമല്ലായിരുന്നു. എങ്കിൽ യൂട്യൂബ് നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. തമ്പനയിൽ നിങ്ങൾക്ക് എപ്പോഴും മാറ്റാം. കുറേ ഓടിക്കഴിഞ്ഞ വീഡിയോന് പോലും തമ്പനയിൽ മാറ്റിയിട്ട് അതിലത്തെ പാട്ട് മാറ്റി, ഇപ്പം ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ നമുക്ക് പാട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിൽ പുതിയ പുതിയ പാട്ടുകൾ ചേർത്ത് ആകർഷകമാക്കി നമുക്ക് വീണ്ടും അതിനെ ഓടിക്കാൻ പറ്റും. അപ്പോൾ എവിടെയോ നിന്നു പോയത് അല്ലേ, അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ തമ്പനയിലിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനോട് ചേർത്ത മ്യൂസിക്കിൻ്റെ പ്രശ്നം കൊണ്ടോ ഒരുപക്ഷെ നിന്നുപോയ വീഡിയോ ഒക്കെ നമുക്കല്ലെങ്കിൽ ഷോർട്സൊക്കെ നമുക്ക് പിന്നെയും ഓടിക്കാൻ പറ്റും. പിന്നെ അത് വ്യൂസ് കൂടും, അതുപോലെ സബ്സ്ക്രൈബറും വരാൻ ചാൻസ് ഉണ്ട്. ആ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യൂട്യൂബ് നമുക്ക് തന്നുള്ള വലിയൊരു കൺസെഷനാണ്, നമുക്ക് വേണ്ടി ചെറിയ ഒരു മാറ്റം വരുത്തിയാണ്. അപ്പോൾ അത് എല്ലാവരും അപ്ഡേറ്റ് ചെയ്തോളൂ. അങ്ങനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ യൂട്യൂബ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് അല്ലേ. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് യൂട്യൂബ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനൊത്ത് അത് മനസ്സിലാക്കി നമ്മൾ വളരണം. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷോർട്സോ അല്ലെ വീഡിയോസിലോ നമുക്ക് തോന്നുകയാണ് അത് വ്യൂസ് കുറവാണ്, അപ്പോൾ അത് സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് പക്ഷേ വ്യൂസ് കുറവാണ്, കണ്ടവർ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു പക്ഷേ അത് തംബ്നെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ തംബ്നെയിൽ മാറ്റാനും അതുപോലെ അതിൻ്റെ ഹെഡിങ് അതുപോലെ ശീർഷകം നമ്മൾ കൊടുത്ത് കാണില്ലേ, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനുള്ളൊരു സൗകര്യം, ഒരു സാവകാശം നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ഉപയോഗിക്കുക. എന്ന് കഴിഞ്ഞിട്ട് ആകർഷകമായി മാറ്റുക, അത് നോക്കുക, ട്രെൻഡ് അനുസരിച്ച് പോകുന്നുണ്ടോ, അത് അധികം റണ്ണാവുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ള അത്രയും വ്യൂസ് വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് സ്റ്റാർട്ടിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്താൽ വളരെ ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് വന്നിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. എന്നിട്ടും അതിന് വ്യത്യാസം വരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ തംബ്നെയിൽ തന്നെ മാറ്റുക. പിന്നെ അതിൻ്റെ പേര് നമ്മൾ കൊടുത്തുള്ള ശീർഷകം, അതിൻ്റെ ഹെഡിങ് അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായും വ്യൂസ് വരും. പിന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കുറവാണ്, പുറമെയുള്ള ആളുകളൊക്കെ കണ്ടുപോകുന്നവരൊക്കെ വ്യൂസ് നമുക്ക് കിട്ടുമെങ്കിലും ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യില്ല. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളിപ്പം അറിയപ്പെടുന്ന ഒരാളായിട്ടുള്ളൊരു പുതിയ വ്യക്തിയാണ് ഈ ഫീൽഡിൽ. പക്ഷേ കുറച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, കുറച്ച് നിങ്ങളുടെ വീഡിയോസ് വരുമ്പോൾ, അതുപോലെ നിങ്ങൾ കുറച്ച് ഷോർട്സൊക്കെ വന്നിട്ട് അത് വൈറലാകുമ്പോൾ തീർച്ചയായും അവർക്ക് മനസ്സിലാവും, ഇദ്ദേഹത്തിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഈ ചാനലിൽ നമുക്ക് എന്തെങ്കിലും കാണാനുള്ളത് ടൈം പാസിന് കിട്ടും. അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്ക് വരും. അപ്പോൾ അവർ നമ്മളത് കാണാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഉള്ള മാറ്റങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനിയും പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നീണ്ടുപോയി. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കേൾക്കാൻ പോകുന്നവർക്കും, അതുപോലെ എന്നെ സഹകരിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രിപ്ഷനാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പൂനെ.